നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒളിയുദ്ധം തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോഴും എം.എൽ.എ. ആണെങ്കിൽ പോലും നമുക്കറിയാം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ തന്നെ പാർട്ടി പുറത്താക്കിയെങ്കിലും തന്നിൽ നിന്ന് പാർട്ടിയെ പുറത്താക്കാനാകില്ല എന്ന തത്വം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തൻ്റെ ഒളിയുദ്ധം തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കറിയാം എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഈ ഒരു ഇടക്കാലത്തുണ്ടായ സർക്കാരിനെതിരെ ഉണ്ടായ വീഴ്ചകളൊക്കെ അതിനെതിരെ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് സാമൂഹിക മാധ്യമത്തിലൂടെ യുദ്ധം തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിലും രാഹുൽ തൻ്റെ കൃത്യമായ നിലപാടുകൾ പങ്കുവയ്ക്കുന്നു. അതിനിടയിൽ ആ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്ക് കീഴിൽ രാഹുൽ തിരിച്ചു വരൂ, നിങ്ങളുടെ ഒരു പ്രസൻസ് സാന്നിധ്യം ആവശ്യമാണ് എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട്. അതിനിടയിൽ മറ്റുള്ളവർ വിമർശിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ഒളിവിലിരുന്ന് പണിയെടുക്കുവാണോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, പിന്നെ പാർട്ടിക്ക് വേണ്ടി എന്തിനാണ് PR വർക്ക് എടുക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ശക്തമാണ്. എന്തായാലും ഒരു വശത്ത് ആക്ഷേപമൊക്കെ ശക്തമാണ്, മറുവശത്ത് രാഹുൽ തിരിച്ചു വരണമെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഒളിയുദ്ധം തുടരുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തന്നെ ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയവുമായി, അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. പിന്നാലെ മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇത് മന്ത്രിയുടെ നാടകമാണ് എന്ന ഒരു വാദം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നു. ഇത്രയും വലിയൊരു നടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ആദ്യം ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതാണ് ഇന്ന് നടന്ന സമരത്തിൻ്റെ കൃത്യമായ ദൃശ്യം. ഇതിലെങ്ങനെയാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയതെന്ന് പോലീസും ആ പരിക്കിൻ്റെ ഗൗരവം ആരോഗ്യവകുപ്പും അന്വേഷിക്കണം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണയ്ക്ക് കയ്യിലെ കുഞ്ഞുമുറിയിൽ ഇത്ര വേദനിച്ചുവെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ പിഴവിനാൽ കൈമുറിച്ച് മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിക്ക് എത്ര വേദനിച്ച് കാണും എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത് ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത് ഇപ്രകാരമാണ്: മലയാള സിനിമയ്ക്ക് ഒരു മഹാനടനെ സംഭാവന ചെയ്ത ജില്ലയിലാണ് ഞങ്ങളുടെ പത്തനംതിട്ട, നമ്മുടെ സ്വന്തം ലാലേട്ടനെ. ഇന്ന് അതേ പത്തനംതിട്ട മലയാളത്തിന് ഒരു മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു വീണേച്ചി. പത്തനംതിട്ട മൗണ്ട് ബദനി സ്കൂളിലെ മോണോ ആക്ട് വേദിയിൽ തുടങ്ങിയ അഭിനയ സവരിയ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നു. ആടിയുലഞ്ഞ കപ്പലെ അഭിനയമൊക്കെ കണ്ട് മലയാളികൾ മൂക്കിൽ വിരൽ വച്ചിട്ടുണ്ട് മുൻപ്. ഇന്ന് തന്നെ നോക്കൂ, KSUക്കാർ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ വീണേച്ചിയുടെ പിടലി അങ്ങ് ഉളുക്കിക്കളഞ്ഞു. സാക്ഷാൽ ഉർവശിക്ക് പറ്റുമോ പിടലി കൊണ്ടുള്ള ഈ ആക്ടിങ്? അതിലുമുപരി ഇന്ന് KSUക്കാർ കരിങ്കൊടി കാണിക്കുമോ എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് 4 ദിവസം മുൻപ് കൈക്ക് വട്ടച്ചൊറിയുടെ വലുപ്പത്തിൽ മുറിവ് വരുത്തുന്ന സ്കിൽ, അത് ആരോഗ്യ കേരളത്തിനല്ല ലോകാരോഗ്യ മേഖലയ്ക്കും ലോക സിനിമയ്ക്കും തന്നെ വിസ്മയമാണ്. ഈ വട്ടച്ചൊറി വലുപ്പത്തിലെ മുറിവുമായി വരുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ICU സജ്ജമാക്കുന്ന കേരള ആരോഗ്യ വകുപ്പ് മലയാളിക്ക് ആകെ അഭിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വരെ രോഗികൾ വിളിക്കും ഇനിയും. മന്ത്രി അകലിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് പിടലി ഉളുക്കിച്ച KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത ശ്രീ വിജയന്റെ പോലീസ് മറ്റൊരു വിസ്മയമാവുകയാണ്. ലാലേട്ടന്റെ വിരലുകൾ കൺപീലികളും വരെയാണ് അഭിനയിക്കുന്നതെങ്കിൽ വീണേച്ചിയുടെ പിടലിയും കയ്യിലെ വട്ടച്ചൊറി വലുപ്പത്തിലെ മുറിവും വരെ അഭിനയിക്കുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. അതിലും വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ആ വിമർശനങ്ങളും നമുക്ക് പൊതുവിടത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത്. അതിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മെഡിക്കൽ ബുള്ളറ്റിൻ പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാനത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, അതും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രി കൊടുക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇത്ര അൺപ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? ആരോഗ്യ വകുപ്പ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാത്രം പിടലി ഉളുക്കല്ല, സർക്കാരിൻ്റെ പിടലി ഉളുക്കാണ്. ആ മര്യാദ കാണിക്കണമേ. മെഡിക്കൽ കോളേജ് കൊടുക്കാൻ പോകുന്ന MRI എങ്കിലും മെനയായാൽ മതിയായിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്, അതായത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് പുറത്തുവിട്ട മെഡിക്കൽ റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത്. എന്തായാലും വിമർശനം തുടരുകയാണ് ആരോഗ്യമന്ത്രിക്കെതിരെ. നേരത്തെയും ഈ ഒരു വിഷയം, അതായത് ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഈ പോരാട്ടം. മന്ത്രി ആശുപത്രിയിലാകുന്നത്. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിയുദ്ധം തുടരുകയാണ്. അപ്പോഴും സമാനമായ ചോദ്യം ഉയരുന്നു, താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയല്ലേ, താങ്കൾ എന്നിട്ടും പാർട്ടിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുകയാണോ എന്നൊരു ചോദ്യമൊക്കെ മറുവശത്ത് ശക്തമാണ്. എന്തായാലും രാഹുൽ തൻ്റെ യുദ്ധം തുടരുകയാണ്. അതായത് താൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്, തന്നിൽ നിന്നും പാർട്ടിയെ പുറത്താക്കാനാകില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഒരു യുദ്ധം, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ സ്പേസിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതേസമയം ചിന്താ ജെറോമിനെതിരെ കേസ്.
നോക്കാം വിശദമായ വാർത്തയുടെ വിശദാംശങ്ങൾ. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിൽ ചിന്താ ജെറോമിന് കുടുക്ക്. CPI നേതാവ് ചിന്താ ജെറോം ഉൾപ്പെടെ 55 പേർക്കെതിരെ കേസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി DYFI അതുപോലെ തന്നെ SFI അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതിനിടയിലാണ് ചിന്താ ജെറോമിൻ്റെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം, സ്ത്രീ വിരുദ്ധമായ മുദ്രാവാക്യം ചിന്താ ജെറോം വിളിച്ചു എന്നതടക്കമുള്ള പരാതിയാണ് ഉയരുന്നത്. പ്രകടനത്തിനിടെ ചിന്ത അടക്കമുള്ളവർ പ്രകോപനപരവും സ്ത്രീ വിരുദ്ധവുമായുള്ള മുദ്രാവാക്യം വിളിച്ചു എന്ന പരാതി ഉയർന്നു. ഇതിനു പിന്നാലെ കൊല്ലം ഇരവിപുരം പോലീസാണ് കേസെടുത്തത്. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി എന്ന ആരോപണം ഇവർക്കെതിരെ ഉയർത്തിയിട്ടുണ്ട്. കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്ന് ജാഥ നടത്തിയെന്നാണ് വ്യക്തമാക്കുന്നത്. FIR ഇട്ടു. FIRൽ ഈ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. DYFI കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രകടനത്തിലായിരുന്നു സ്ത്രീ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. സംഭവം വലിയ രീതിയിലാണ് വിവാദം. വിമർശനങ്ങൾ ചിന്തയ്ക്ക് എതിരെ പല ഭാഗത്തു നിന്നും ഉയർന്നു. ഇതിനു പിന്നാലെ ചിന്ത തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നാണ് ചിന്തയുടെ വിശദീകരണം. പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ വൈകാരികമായി മുദ്രാവാക്യം വിളിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നും ചിന്തയുടെ വിശദീകരണം. സ്ത്രീകൾക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും ഒപ്പം നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയമാണ് CPMൻ്റേത്. എല്ലാ കാലത്തും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് താൻ. ഇത്തരം ആരോപണങ്ങൾ തന്നെ വേദനിപ്പിക്കുകയാണ്. മുദ്രാവാക്യം ഏറ്റുവിളിച്ചിട്ടില്ലെന്നും അങ്ങനെ ഉണ്ടായപ്പോൾ തിരുത്താനാണ് ശ്രമിച്ചതെന്നും ചിന്താ ജെറോം പറഞ്ഞു. എന്തായാലും ചിന്ത എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞതെന്ന് നോക്കാം. ഒരു വിശദീകരണം ചിന്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്രകാരമാണ്. പ്രതിഷേധ പ്രകടനം വലിയ വൈകാരികമായിട്ടാണ് ഉണ്ടായത്. വനിതാ മന്ത്രിക്കെതിരായ അതിക്രമം എന്നതിലുപരി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവിന് നേരെ കൊലപാതക ശ്രമം കേരളത്തിൽ നടത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള വൈകാരിക പ്രതികരണങ്ങളിലേക്ക് പോകും. പ്രകടനത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. പ്രകടനത്തിൽ വൈകാരികമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രകടനത്തിനൊപ്പം നിൽക്കുമ്പോൾ ഇത്തരം വൈകാരികമായ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചു പോകും. പക്ഷേ CPMനെയും പുരോഗമന സംഘടനകളെയും സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമുണ്ട്. അത് സ്ത്രീകൾക്കൊപ്പവും അരികുവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പവും നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയമാണ്. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. അത് ചെറിയ പ്രതികരണങ്ങളും വാക്കിലും അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പ്രചരിപ്പിക്കുന്ന വിഷ്വൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. മുഴുവനായിട്ടുള്ള വീഡിയോ ലഭ്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആരോപണം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഞങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരുമല്ല. ആദ്യമായിട്ടല്ലല്ലോ ഞാൻ ഇങ്ങനെ ആക്രമണം നേരിടുന്നത്. ചില സ്ക്രോളുകൾ കണ്ടാൽ ഞാൻ ഏതോ പ്രസംഗത്തിലോ യോഗത്തിലോ സംസാരിച്ചതുപോലെയാണ് കാണിക്കുന്നത്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്. മുഖമില്ലാത്ത പ്രൊഫൈലുകളിലൂടെ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വനിതാ മന്ത്രിയെ ആക്രമിച്ചതുപോലെ തൻ്റെ കുടുംബത്തെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അസഭ്യം പറഞ്ഞു, തെറി വിളിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്. പ്രചരണങ്ങൾ നടത്തുന്നവർ വസ്തുതകൾ മനസ്സിലാക്കണം. പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും ചിന്ത പറഞ്ഞു. മുദ്രാവാക്യം വിളി തിരുത്താനും അത് ഏറ്റുവിളിക്കാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും ചിന്താ ജെറോം വിശദീകരിച്ചു. അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ വാടാ വാടാ പോരിനു വാടാ എന്നായിരുന്നു പ്രതിഷേധത്തിനിടെ DYFI മുദ്രാവാക്യം വിളിച്ചത്. ചിന്താ ജെറോമും ഇത് ഏറ്റുചൊല്ലുന്നതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നു. ഇതിനെതിരെയാണ് കേസ്. പക്ഷേ താൻ അത്തരത്തിൽ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ തിരുത്താൻ താൻ ശ്രമിച്ചു എന്ന വിശദീകരണമാണ് ചിന്താ ജെറോം നൽകുന്നത്.